ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ചെറിയ ഇമോഷൻസിൻ്റെ പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഗൈസ്, ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു സംഭവം നടക്കുന്നതായിട്ട് കണ്ടത്. ബോട്ടിങ്, പിന്നെ പെഡൽ ബോട്ട്, പിന്നെ കയാക്കിങ്, ഇതൊക്കെ കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് എനിക്ക് അത്രയും കത്തിയായിട്ട് തോന്നില്ല. അപ്പോൾ ഞാനുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ എന്താ ഫ്രണ്ട്സില്ലേ, ഞാൻ ഉദ്ദേശിച്ച ഇവിടേക്ക് വരാൻ കാരണമായ എൻ്റെ ഇപ്പം പരിചയപ്പെട്ട എൻ്റെ കൂട്ടുകാരാണ്. നിങ്ങളെ വ്ളോഗിൽ കാണിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? എന്തായാലും ഇത്രയ്ക്കായില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പം പുതിയ പരിചയപ്പെട്ട ഫ്രണ്ട്സ്. ഓരോന്ന് പേര് പറഞ്ഞു. ഇത് അഞ്ജന, ആര്യ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ മറന്നു പോകും പെട്ടെന്ന്. എനിക്ക് മറിയുടെ അസുഖമുള്ള കുട്ടിയാ. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ബോട്ടിങ് കേസ്. അപ്പോൾ ഇവിടെ എങ്ങനെ 200 രൂപ എന്താണ് ഞാൻ ചേട്ടൻ ഇവിടെ ഓരോ ഫോട്ടോ എടുത്തത്. അപ്പൊ എനിക്ക് അതൊരു ഉപകാരപ്പെടുമല്ലോ. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ID അഞ്ജന മരിയ. അപ്പൊ എല്ലാരും ഫോളോ ചെയ്യും ഇൻസ്റ്റാഗ്രാമില്. പിന്നെ യൂട്യൂബ് ചാനലും ഉണ്ട്. തനിക്കൊരു കാര്യം അറിയോ? തന്റെ മറ്റേ ഇൻസ്റ്റയില് ഇത് വരില്ലേ, വീഡിയോ റീല് വരില്ലേ? അപ്പൊ അതിന് എന്തോരം റിക്വസ്റ്റ് വരും? ഇതൊന്നും ആവശ്യമില്ല. യൂട്യൂബ് ചാനലിൽ വരത്തില്ലല്ലോ. ഇതാണ് എന്റെ യൂട്യൂബ് ചാനൽ അഞ്ജന മരിയ. സബ്സ്ക്രൈബ് ചെയ്ത് 508. അപ്പൊ എനിക്ക് കൂടുതലുണ്ട് 565. 508. അപ്പൊ എല്ലാരും വീഡിയോസ് കാണിക്കും എന്തൊക്കെയാന്ന്. ഓ, അപ്പൊ എനിക്ക് അതിനേക്കാളും കൂടുതലുണ്ട് ഷോർട്സ്. 150 വ്യൂസ്. ഫാൻ ബോയ് ആണോ? അല്ല ഫാൻ ഗേൾ ആണോ? ഭയങ്കരമായിട്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമില് അഞ്ജന മരിയ, യൂട്യൂബിലും അഞ്ജന മരിയ. യൂട്യൂബില് അല്ല, ഇൻസ്റ്റാഗ്രാമിൽ വിട്ടിട്ട് കഴിഞ്ഞു. അതിപ്പോ റീല് കയറുമ്പോൾ മനസ്സിലായിക്കോളൂ ആൾക്കാർക്ക്. യൂട്യൂബിൽ അഞ്ജന മരിയ. എല്ലാവരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു വിളിക്കുക, ബെല്ലൻ അടിച്ചു വിളിക്കുക, എല്ലാം ചെയ്തോളൂ. ഇത് ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. അപ്പൊ നമുക്ക് എന്തായാലും റൈഡ് പോയിട്ട് ഉണ്ടല്ലോ. ഏതെടുക്കാം? കയാക്കിംഗ് ആണോ അതോ ഈ ബോട്ടിംഗ് ആണോ? ചവിട്ടാനോ? മമ്മി നമുക്കത് ചെയ്തല്ലോ. വേണ്ട, എനിക്ക് ബൈക്ക് ഓടിക്കാനുള്ളത് അത്ര ദൂരൊക്കെ. അത് കുറേ പേര് പോയിട്ട് വന്നോട്ടാ. അടിപൊളിയാ. അതിലൊരു ഇതില്ല. എനിക്ക് താല്പര്യം അതാണ്. എന്താ പറയണു? നല്ല തീരുമാനമാണോ? നമുക്ക് അതിൽ പോവാം. അതില് കയാക്കില് അതല്ല നല്ലത്. പിന്നെ ഓ, കൊച്ചു വേർപ്പിന്റെ അസുഖമുള്ള മറ്റേ കൊച്ചു. എനിക്കറിയാം. ഐ നോ യു. ഒരാള് ചവിട്ടി പോരാ, രണ്ടുപേരും ചവിട്ടണം. അണ്ണൻ അവിടെ ഇല്ല, അതല്ലേ? ഇപ്പൊ എങ്ങനെ സംഭവം എങ്ങനെയാ ഇവിടുത്തെ? ദൈവയുടെ QR ഉണ്ടാ? ഇവിടെ എങ്ങാണ്ട് കണ്ടൂല ബോക്സ്. അതേ ഇരിക്കുന്നു. പെഡൽ എടുക്ക് എന്തായാലും. എനിക്ക് അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അതെടുക്കണോ? എനിക്ക് അതെടുക്കാം. നമുക്കതെടുക്കാം. അപ്പൊ ഗീസ്, എന്തായാലും ഞാൻ കയാക്കിങ് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അവര് നിങ്ങൾ ഇതന്നെ പെടലാ കിടക്കുന്ന സാധനം, പാട്ട സാധനം. എനിക്കത് ഇഷ്ടമല്ല. കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കയാക്കിങ് അടിപൊളിയായിരിക്കും. ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഇവള് പറയണ ഞാൻ ഒറ്റയ്ക്ക് തുഴയേണ്ടി വരും. പിന്നെ ഇത് മറ്റേ ഇതെന്ത് കോട്ടത്? താങ്ക് യു. 200. കത്തിയാണ്ടാ. ഇതിന് 200 രൂപ, അതിന് 250 രൂപ. അപ്പൊ ഏതെടുക്കാം? എടി എന്തായാലും ഞാൻ തന്നെയല്ലേ ചവിട്ടണ്ടേ? പെടലെടുത്താൽ മതിയില്ലേ? അല്ലേ? 2 പെടല് കേരടും. താല്പര്യമില്ല. അല്ല, അതിന്റെ അകത്ത് കിടക്കണ സാധനം തരുമോ? മറ്റേ ആ ബോട്ട് ചെറുത്. അത് നല്ലതല്ലേ? സ്പീഡിട്ട് പോകുന്ന കറങ്ങി കളിക്കാൻ. എന്താ അഭിപ്രായം? വേണ്ട, മണ്ടിക്ക് മണ്ട. ഞാനേ ഈ സംഭവത്തെ ഇവിടേക്ക് കയറ്റാൻ പോവാണേ. സോ ഇനി എൻ്റെ ഫേസ് ഒന്നും കാണില്ല, ഇവരുടെ മോന്തായം മാത്രമേ നിങ്ങൾ കാണുള്ളൂ കേട്ടോ. സോ ഇതൊന്നൊന്ന് കയറ്റിക്കോട്ടെ. താങ്ക് യു. വീഡിയോ ഓണാണോ? അതെ. ഓ, ഗോപ്രോ ചൂടായി കേട്ടോ. പിന്നെ 15 to 20 minutes ആണ് റെക്കോർഡിങ് ചെയ്തത്. അയ്യോ, ഗോപ്രോ ഞാൻ പിടിച്ചോളാം. എന്നിട്ട് വേണം വെള്ളത്തിൽ വീണ് ഞാൻ മരിക്കാൻ. നീന്തൽ പറയാത്ത കുട്ടിയാ.
അതാ ലെറ്റ്സ് ഗോ. കൊടുത്തോ? ഞാൻ കൊടുത്തു. അല്ല സ്കാനർ ഞാൻ ഓക്കെ അല്ലേ? ഹലോ ഇതെന്താണ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കുട്ടിഭൂതം നിക്കണ കുട്ടിഭൂതങ്ങള്. അയ്യോ ഇനി ക്യാമറ ബാഗ് ദൈവമേ, ഇതൊക്കെ വെള്ളത്തിൽ വീണ കഴിഞ്ഞാ എൻ്റെ പാണി. ഗ്ലാസ് പോയി ഗൈസ്. സോ 400 rupees അവർ പേ ചെയ്തു ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് അതിൽ പോവാം. ಇಷ್ಟು ಜಾಗನಾ? ಇದೆಂತ ಇದು ರಿವರಾ ಏನೋ ಇದು? ಇದು ಹೊಳೆನಾ ಅಥವಾ ಕೆರೆನಾ ಇದು? ಕೆರೆ ಮಾಡ್ರದ? ಓ ಸರಿ 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 ഓക്കെ. ദൈവമേ ഞാൻ മരിക്കണ്ട. തിരിച്ചൊന്നും മതി. ദേടാ ഒരു നീർക്കൊക്കെ. ഞാൻ ഈ സാധനം ഇവിടേക്ക് കയറ്റാൻ പോകണം. ബ്രോഷു അമ്മേ വെത്തം വെള്ള. ഞാൻ കയറിടി, നീ സത്ത് പോകൂടി ഇപ്പം. അമ്മേ അയ്യോ ഇതിൻ്റെ ബാഗ് അറിഞ്ഞോ? ഓ ഗൈസ് ബാഗ് ഞാൻ ബാക്കിൽ വെച്ചു. ക്യാമറ ബാഗ് അവിടെ കിടന്നോട്ടെ, വീണാല. പോട്ടെ. എടി തൊഴയടി എടി ത്രോട്ടിലില്ല. ആ എഞ്ചിൻ തരുമോ? അയ്യോ ഇതെങ്ങനെയാ? ഇങ്ങനെയും കണ്ടല്ലേ. പോട്ടെടാ അങ്ങോട്ട്. നമുക്ക് റേസ് ചെയ്തല്ല, വെള്ളക്കിടങ്ങ് റേസ് ചെയ്തല്ല. ആര് പറഞ്ഞു? ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തടാ. സമ്മതിക്കില്ലടാ ഞാൻ. അയ്യോ ഇത് എവിടേക്കൊക്കെയാണ്? കറക്കി നിർത്തടി നീ. ഇത് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ കാര്യമില്ല, ഞാൻ ഓക്കെയാണ്. ഇവിടെ ചവിട്ടാനുള്ളത് അവര് മുമ്പിൽ പോയി. കമോൺ ചവിട്ടടി അങ്ങോട്ട്. ഇന്ന് അവരെ മലത്തി അടിക്കണം. എടി ചവിട്ടടി, പറ്റിക്കണം നീ. ചവിട്ടടി. അയ്യോ എനിക്കിനി വയ്യ, നീ റെസ്റ്റ് എടുക്ക. നടക്കില്ലടി. ഏട്ടോ ഇന്ന് നിന്നെ ഞാൻ ഇവിടെ കൊണ്ട് പോകാൻ പാടില്ല. അവിടെ പോകാൻ പാടില്ല. അയ്യോ ഇത് എത്ര നേരം ഓടിക്കാം? എന്നെ കൊണ്ട് പറ്റില്ല. വേർപ്പിൻ്റെ അസുഖമുള്ള കുട്ടി, അതുകൊണ്ടാ. നീ അവര് വ്ളോഗ് ചെയ്യണോ അത്? ഹലോ ഹായ്, വ്ളോഗിങ് ആണോ? ഹലോ എക്സ്ക്യൂസ് മീ. ഹലോ ഇവിടെ അവിടെ ഒരു യൂട്യൂബർ വ്ളോഗ് ചെയ്യണു. അതെ ട്രാവൽ ടെക് മാസ്റ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൊക്കെ തല്ലി പൊടിച്ചോ. ഗയ്സ് ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്. നോക്കൂ, നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാം. സ്പീഡിൽ പോയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ആവും. കണ്ട തിരിഞ്ഞണ്ട. ഇങ്ങോട്ട് വരില്ലേ? ഇതെന്താ ടൈറ്റാനിക്കാ? പോട്ടെടാ അങ്ങോട്ട്. തള്ളിക്കോ. അയ്യോ എൻ്റെ ബോധം പോയേ. അയ്യോ ഇങ്ങോട്ട് പോട്ടെ. മറിക്കാണോ? എനിക്ക് നീന്തൽ അറിയില്ലട്ടാ. ഇവിടുന്ന് കര എത്ര ദൂരമുണ്ട്? ഇതെവിടെ സ്ഥലം? അയ്യോ നിന്നെ ഞാൻ വെള്ളത്തിൽ മുക്കി കൊല്ലൂടി ഇന്ന്. എവിടെ?
വാ അവിടം വരെ പോയിട്ട് വരാം, എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ ഗൈസ്. ഇത് നോക്കൂ, ഇത് വട്ടത്തിലൊരു ചിറയാണ്. ഇതിൻ്റെ ദ്വീപായിട്ട് ഇത് പണിതേക്കാം. ഇതിന് ഇവിടുന്ന് എടുത്ത മണ്ണൊക്കെ എടുത്ത് ഇവിടേക്ക് ഇട്ട് ഇതൊരു ദ്വീപായിട്ട് ഇവിടെ നിന്ന് ഈ ചുറ്റും ഇങ്ങനെ വെള്ളം കേട്ടോ, ഒരു തടാകം. മീനുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. ഇത് അടിപൊളിയാണ് കേട്ടോ. സ്റ്റിയറിങ് പിടിച്ച് അസീസേ, അസീസ ഇത് പിടിച്ച് തിരിക്കുക. വേർപ്പിൻ്റെ അസുഖമുള്ള കുട്ടി. എടി ഇവിടെ നിന്ന് ആഴമില്ലതേ. അയ്യോ ബോട്ട് മറിഞ്ഞു. ഇവിടെ നിന്ന് ആഴമില്ലട്ടാ, ഒരു മുട്ടോളം വെള്ളം ഉണ്ടാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഇവിടെ നല്ല ആഴമുണ്ട്. പോടി പട്ടി. അയ്യോ നമുക്ക് അവരെ പോയി ഇടിച്ച് മറക്കാടാ. ഇതൊരു നീർത്താറാവ് അല്ല, കൊക്ക് അല്ല, എന്താ സാധനം അത്? അത് കൊക്കോ നീർത്താറാവ് അങ്ങനത്തെ സാധനമല്ലേ? അതെ അങ്ങനെ തന്നെ. എനിക്ക് ഈ നേച്ചറിൽ ഭയങ്കര പാണ്ഡിത്യമുണ്ട്, പേരറിയില്ലെന്നുള്ളൂ. അമ്മേ എടി ഇതിൽ വെള്ളം കയറുന്നുണ്ട്. ഹലോ ഹായ്. ഇങ്ങോട്ട് പോട്ടെ. ആ ചേട്ടനെ എന്താ ബോട്ടിൽ കറങ്ങണ ചേട്ടൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ബാ നമുക്കൊന്നിച്ച് ബോട്ടിൽ പോവാം, അതാണ് ലാഭമല്ലേ, 300 രൂപയുള്ളൂ, ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ കര വരെ എങ്ങനെ ഞാൻ ഇതിനെ എത്തിക്കും? എനിക്ക് പറ്റണില്ല. തിരിഞ്ഞു പോണു. അയ്യോ ഇതൊരു തിരമാല. ഒമ്മേ ഇതെന്താ ടൈറ്റാനിക്കോ? ഇത് കൊള്ളല്ലോ. അയ്യോ നമുക്ക് പൊന്തിച്ചാലും മെമ്മോള് സ്പീഡിൽ ഓട്ടണം. ഇങ്ങോട്ട് വാ. അയ്യോ അവര് കാര്യമായിട്ട് എന്നെ കുറിച്ച് എന്തോ തള്ളുന്നുണ്ടല്ലോ. എന്താണ് അവിടെ? അവർ കാര്യമായിട്ട് നമ്മളെ കുറിച്ച് എന്തോ തള്ളുന്നുണ്ട്. നമുക്ക് അവരെ മറിച്ചിടാം. ചവിട്ടടി അങ്ങോട്ട്, എടി ചവിട്ടടി. ഹലോ എവിടെ ആ തള്ളുന്ന സാധനത്തിന് ഇവിടേക്കൊന്ന് പറഞ്ഞോളൂ, ഇതിന് മൈലേജ് കുറവാ. അങ്ങോട്ടല്ലേ ഇവര് ബ്ലോക്ക് ചെയ്യണേ എനിക്ക്. കമോൺ പൊമൂട്ടിടി പാടത്. അയ്യോ ഞാൻ മരിച്ചേ, എനിക്ക് മടിയായേ. ഗൈസ് നോക്കൂ, ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് അറിയോ? നമ്മളിത് പിടിച്ചിട്ടിരിക്കുമ്പോൾ ഇതല്ലേ, അത് അങ്ങോട്ടും ആ പലക പോലത്തെ സാധനം അതന്നെ ഇങ്ങോട്ട് തിരിക്കും. അൻ്റെ ചവിട്ടു. ഇതെന്താ ബാക്കിലോട്ട് ചവിട്ടണ? നമുക്ക് റിവേഴ്സ് അടിച്ച് പോയാലോ? സോറി എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ പലതും പറയും, അത് കേട്ട് വിശ്വസിക്കുന്നിക്കരുത്. എനിക്ക് കയാക്കിങ് ചെയ്യാനാണ് താല്പര്യം, പക്ഷേ കയാക്കിങ് 250 രണ്ടുപേർക്കും ചേർന്ന്. പക്ഷേ അത് വർത്താണ് കേട്ടോ. അതായത് എത്ര 3, 4, 5, 6 പേര് ചേർന്നിട്ട് ഷെയർ ഇട്ട് 300 കൊടുത്തിട്ട് പോവാം. അത് വർത്താണ്. പക്ഷേ ഇതിൻ്റെ ഒരു സുഖം കിട്ടില്ല കേട്ടോ. അവിടെ ഇതിൻ്റെ സുഖം അതിനൊന്നും കിട്ടില്ല. പക്ഷേ കയാക്കിങ് അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ അത്ര അടിപൊളിയൊന്നുമില്ല. ഇത് അവിടെ ഒരു യൂട്യൂബർ നിന്ന് എന്നെ കളിയാക്കുന്നു. ഫുള്ള് തള്ള്. അയ്യോ ഞാൻ ഡ്രിഫ്റ്റ് അടിച്ച് നിർത്തിയില്ല. എൻ്റെ ഹോർൺ എവിടെയാ? കീ വണ്ടി മാറ്റർ ഇറക്കാം. കണ്ട ഞാൻ കൃത്യമായിട്ട് ഒന്ന് നിർത്തി. അതങ്ങനെ ഒരു താങ്ക്സ് ചേട്ടാ. അയ്യോ എൻ്റെ ബാഗ് ഞാനിത്രയൊക്കെ വിട്ടിട്ട് പോയേനെ. ഇറങ്ങിയിടാ, അവർ പോയാ? അമ്മേ ലുക്ക് ഗൈസ്, ഞാൻ വേർത്തിട്ട് പോലില്ല. ഞാൻ വേർത്തിട്ടില്ല കേട്ടോ, ഇത് വെള്ളം തെറിച്ചതാണ്. ഞാൻ വേർത്തിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു? ഇത്ര അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്കൊന്നുമില്ല. ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റുമോ? പിന്നെ വർത്താനം പറയാം, ഞാനിപ്പോൾ മരിക്കും. ഗൈസ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കാര്യമെന്ന് എനിക്കറിയാം, പക്ഷേ
എനിക്കിത് ഭയങ്കര വൃത്തികെട്ട എക്സ്പീരിയൻസ് ആയിപ്പോയി. എത്രയായി GoProയ്ക്ക്? ഇതിന് 45. ഇതേ ഒരു ക്യാമറമാനും ചേട്ടൻ പോകും. ഗൈസ് ആക്ച്വലി ഞാനാണ് പ്രാങ്ക് ചെയ്യാൻ വന്നത്. അറിയാലോ എന്നപ്പുറത്തുനിന്ന് ഇവിടേക്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ചേട്ടാ അതേവരും ഓട്ടോയിൽ കയറിപ്പോയി. ഗൈസ് അതൊരു രസമല്ല ഗൈസ്. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മിണ്ടി സംസാരിച്ച് അവരൊപ്പം ഔട്ടിങ്ങൊക്കെ പോയി ഫ്രണ്ട്സായിട്ട് നല്ല അടിപൊളിയല്ലേ, വൈബല്ലേ. ഞാൻ വേർത്ത് പണ്ടാറടങ്ങി ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകാം ഗൈസ്. തിരിച്ചു പോയിട്ട് എൻ്റെ പ്ലാൻ മാംഗ്ലൂർ പോയിട്ട് കുറച്ച് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് ചെയ്യാമെന്നുണ്ട്. ഉറപ്പില്ല, കാരണം എൻ്റെ ആൾമോസ്റ്റ് എൻ്റെ സ്റ്റോറേജ് നിറഞ്ഞു. 2 ബാറ്ററിയും ഡെഡായി. പിന്നെ ബാക്കി ഇനി നോക്കാം. ഓക്കെ. സോ എന്തായാലും ഞാൻ വണ്ടി എടുത്ത് വന്നു, വണ്ടിയുടെ ഹെൽമെറ്റ് എടുത്തു. തിരിച്ചു പോവാം.